വിശുദ്ധ പൗലോസിൻ്റെ വിശ്വസ്ത ശിഷ്യനായിരുന്ന തിമോത്തി 1-ാം നൂറ്റാണ്ടിൽ ഏഷ്യ മൈനറിലെ ലിസ്ത്ര എന്ന സ്ഥലത്താണ് ജനിച്ചത്. തിമോത്തിയുടെ പിതാവ് ഒരു വിജാതീയനും അമ്മ ഒരു യഹൂദ സ്ത്രീയുമായിരുന്നു. ബാല്യം മുതൽ തന്നെ വേദപുസ്തകങ്ങൾ വായിച്ചിരുന്നെങ്കിലും തിമോത്തി ഒരു യഹൂദനായി പരിച്ഛേദനം സ്വീകരിച്ചിരുന്നില്ല. ഈ കാലഘട്ടത്തിലാണ് വിശുദ്ധ പൗലോസ് ലിസ്ത്രിയയിലെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്താൽ മാനസാന്തരപ്പെട്ട തിമോത്തിയും അദ്ദേഹത്തിൻ്റെ അമ്മയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. സത്സ്വഭാവവും കഠിന ജീവിത രീതിയും ഭക്തി തീഷ്ണതയും മൂലം സകലരുടെയും പ്രിയപ്പെട്ടവനായി മാറിയ തിമോത്തിയെയാണ് 7 വർഷങ്ങൾക്ക് ശേഷം ലിസ്ത്രയിലെത്തിയ പൗലോസ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയിൽ സംപ്രീതനായ പൗലോസ് തിമോത്തിയെ പുരോഹിതനായി അഭിഷേകം ചെയ്തു. അന്നു മുതൽ അദ്ദേഹം പൗലോസിൻ്റെ വിശ്വസ്തനും ഉറ്റ സ്നേഹിതനുമായി. പൗലോസിന്റെ സഹചാരിയായിരുന്ന തിമോത്തി ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വിശ്വസ്ത ദൂതൻ എന്ന നിലയിൽ പുതിയതായി സ്ഥാപിച്ച സഭയിലെ അംഗങ്ങളെ വിശ്വാസ സ്ഥിരതയുള്ളവരാക്കുന്നതിന് അത്യന്തം ശ്രമിച്ചിരുന്നു. തിമോത്തി പൗലോസുമൊത്ത് ഏഷ്യ മൈനർ, ഗ്രീസ് എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഒടുവിൽ തിമോത്തിയെ എഫോസസിലെ 1-ാമത്തെ മെത്രാനായി പൗലോസ് നിയമിച്ചു. ഇവിടെ വെച്ച് തന്നെയാണ് പൗലോസ് തിമോത്തിയുടെ പേർക്ക് എഴുതിയ 2 ലേഖനങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചത്. ഈ 2 ലേഖനങ്ങളിലും താൻ അധികമായി സ്നേഹിക്കുന്ന തിമോത്തിയെ കഴിയുമെങ്കിൽ മരണത്തിന് മുൻപായി ഒരിക്കൽ കൂടി കാണണമെന്ന ആഗ്രഹം പൗലോസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അധിക നാൾ കഴിയുന്നതിന് മുൻപ് തന്നെ AD 97 തിമോത്തി രക്തസാക്ഷിത്വ മകുടം ചൂടി.